ഹായ്, ഗുഡ് മോർണിംഗ്. സൺഡേ ജോയിൻ ചെയ്യുന്ന സിമ്പിൾ കാര്യമാണ്. ശരി, മീൻ വാങ്ങിച്ച് തന്ന വെട്ടി ശരിയാക്കാൻ വേണ്ടി അപ്പം ഞാൻ പെട്ടെന്ന് ഈ മീൻ വെട്ടുന്നത് നമുക്ക് വളരെ സ്ത്രീകളൊക്കെ ക്ഷമിക്കണം. ഞങ്ങൾ പാവപ്പെട്ട പുരുഷന്മാർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം ഈ വാലയിലൂടെ ഇങ്ങനെ തൊടുക, പിച്ചാത്തി ഇങ്ങനെ ഒന്ന് ഓടിക്കുക. എന്താ പിച്ചാത്തി ഓടിക്കുമ്പം ഈ ചെതുമ്പലിങ്ങളായിപ്പോയി. ചെതുമ്പലുള്ള ഏത് മത്സ്യത്തെയും എങ്ങനെ നമുക്ക് വളരെ കൂളായി ഒരു സൈഡിലെ സംഭവം തീർന്നു കഴിഞ്ഞു. ഇനിയും അടുത്ത സൈഡിലേക്ക് നമ്മളെത്തി. ഈ ചെങ്കലവ വെട്ടും ബാലകൃഷ്ണൻ്റെ മുള്ള് വളരെ ശക്തമാണ്, വെരി വെരി സ്ട്രോങ്. ആ ഭാഗം കഴിഞ്ഞു. എന്നിട്ട് ഈ ഭാഗം ഇത് കത്രിയാണ് എളുപ്പം. എൻ്റെ കത്രി ഓടിച്ചു പോയി. വളരെ പെട്ടെന്ന് ഇത്രയും മാംസം പോകാൻ നമുക്ക് അതിനെടുത്ത് അതെന്ത് പിന്നെ ഈ സൈഡ് ഇതിങ്ങനെ പിടിച്ചാൽ പെട്ടെന്ന് കിട്ടും. അത് ശകലം സ്കില്ല് വേണം. ഇതാ ഇങ്ങനെ പിടിച്ചാൽ ശകലം പോലും മാംസം പോകാതെ കിട്ടും. എന്നിട്ട് ഇത് ഈ അടിവശത്ത് ചെറിയൊരു സാധനമുണ്ട്. ഇവിടെ വെട്ടിയാൽ കളയും. വേറൊരു ബയോളജിയുടെ ഒരു കാര്യം കാണിക്കാം. ഈ ലോകത്തിൻ്റെ നേച്ചറെ കാണിക്കാം. ശരി, ഇതിൻ്റെ വായിൽ മറ്റൊരു മത്സ്യമുണ്ട്. ഈ മത്സ്യം കടലിൽ നിന്ന് ഇവൻ എടുത്ത് കഴിക്കുന്ന സമയത്താണ് ഇവനെ ആരോ പിടിച്ചത്. ഇത് ശരിക്കും ഇതിൻ്റെ കുഞ്ഞ് തന്നെയാണ്. ഇതിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് വെള്ളക്കോര, ഇത് ചുവന്ന കോര, കോരയുടെ കുഞ്ഞായത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ തന്നെ അതിൻ്റെ കുഞ്ഞിച്ച് അതിൻ്റെ മറ്റൊരു വർഗത്തിൽപ്പെട്ട കുഞ്ഞിനെ ഇനി അടുത്ത സ്കിൽഫുള്ളായിട്ട് നോക്കേണ്ട ഇതാണ്. നമ്മൾ ഈ തല വെട്ടിക്കളയേണ്ട കാര്യമില്ല. ഇതാ ഇങ്ങനെ നമ്മൾ പിടിക്കുക. ഞാൻ എൻ്റെ അമ്മയെന്നാണ് പഠിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിലൂടെ ചെകിളെ കുടിഞ്ഞോട്ട് പിടിക്കുക. അതെ, ഇതിനകത്ത് പരിഞ്ഞിലുണ്ട്, കളയണ്ട കേട്ടോ. പരിഞ്ഞിൽ ചുമ്മാ എടുത്തൊന്ന് കഴുകി കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡോടെ പിടിക്കുക. സൈഡ് പിടിച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് പട്ടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കുടലിലല്ല വയറിൻ്റെ ഭാഗവും കീറിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുമ്മാ കുത്തി കൊടുക്കുക. ഇനി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകുന്നതിനോട് വാലം കുറിച്ച് ഈ വാലം ശരിക്കും ഫോറിൻ കൺട്രീസ് അത് മുറിക്കാറുണ്ട്. ആവശ്യമൊന്നുമില്ല, വാലിനകത്ത് അഴുക്കൊന്നുമില്ല. ചെറുമ്പിനകത്ത് ഇങ്ങനെ ചെറുമ്പിൽ ദഹിക്കത്തില്ല നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ കണ്ടോ നമ്മുടെ ഈ കലവയുടെ പരിപാടി കഴിഞ്ഞു. അത് എളുപ്പമാണ് മീൻ വെട്ടുന്നത് അല്ലേ. വളരെ സിമ്പിളാണ്. ഏത് മീനാണെങ്കിൽ അല്പ ശീലം മാത്രം മതി. നമ്മുടെ പഴകിയ ശീലങ്ങളിലുള്ള കൂട്ടത്തിൽ പുതിയ ശീലങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്തും അനായാസമായിട്ട് കൈകാര്യം ചെയ്യും. ഒരുപാട് ജോലികളുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ഞാൻ പറയട്ടെ. ജോലികൾ സിസ്റ്റമാറ്റിക് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തരും. ഞാൻ അടുത്തതിനെടുക്കുകയാണ്. അടുത്ത വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ കൂടി അടുത്തതിനെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഇതിനെ വെട്ടിത്തരും. ഇതിനെ വെട്ടിത്തീർക്കാൻ വേണ്ടത് 3 മിനിറ്റ് താഴെ മതി. അങ്ങനെ ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം. ജോൺസൺ കയറി.